ഹായ്, ഗുഡ് മോർണിംഗ്. ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. മൂന്നാമത്തെ ചാപ്റ്റർ സ്ട്രാറ്റജീസ് ഫോർ ദ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ്റെ ഫസ്റ്റ് പാർട്ട് പരിചയപ്പെട്ടു. അതിൽ ഡയറി ഫാം മാനേജ്മെൻറ്റ് ആൻഡ് പൗൾട്രി ഫാം മാനേജ്മെൻറ്റ് പ്രാക്ടീസസും അതുപോലെ അനിമൽ ബ്രീഡിംഗ് ടെക്നിക്സും ഡിസ്കസ് ചെയ്തിരുന്നു. അനിമൽ ബ്രീഡിംഗ് ടെക്നിക്സിൽ ഇൻ ബ്രീഡിംഗ്, ദെൻ ഔട്ട് ബ്രീഡിംഗ്, അതിൻ്റെ ടൈപ്സ്, ഔട്ട് ക്രോസിംഗ്, ക്രോസ് ബ്രീഡിംഗ്, ഇൻ്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ, പിന്നെ കൺട്രോൾഡ് ബ്രീഡിംഗ് എക്സ്പെരിമെൻറ്റ്സ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ആൻഡ് MOET പരിചയപ്പെട്ടു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ടോപ്പിക്സാണ്: എപ്പിക്കൾച്ചർ, ഫിഷറീസ്, പ്ലാന്റ് ബ്രീഡിംഗ് ഡെഫിനിഷൻ, Green Revolution and procedure. Beekeeping. It is otherwise called apiculture. ലാറ്റിൻ ഭാഷയിൽ ഹണി ഗ്യാദറർ എന്നർത്ഥം വരുന്ന എപ്പിസ് മെല്ലിഫെറ എന്ന ടേമിൽ നിന്നാണ് എപ്പിക്കൾച്ചർ ഉണ്ടായത്. ലാറ്റിൻ ഭാഷയിൽ ഹണി ബീയുടെ പേരാണ് എപ്പിസ് മെല്ലിഫെറ. So beekeeping or apiculture is the maintenance of beehives of honeybees for the production of honey. നമുക്കറിയാം, ഹണി എന്ന് പറയുന്നത് ഒരു ന്യൂട്രീഷ്യസ് ലിക്വിഡാണ്, എക്സ്ട്രാക്റ്റഡ് ഫ്രം ബീഹൈവ്സ്. ഹണി ബീസ് കളക്ട് ചെയ്യുന്ന ഹണി വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. അതിൽ യാതൊരു മൈക്രോബ്സിനും അതുകൊണ്ട് തന്നെ കഴിയാൻ സാധിക്കില്ല. എത്ര കാലം വേണമെങ്കിലും കേടുകൂടാതെ നിലനിൽക്കാൻ കഴിയുന്ന ഒരു വിശിഷ്ട പാനീയമാണ് ഹണി. സോ ഹണി കൂടാതെ ബീഹൈവ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റു പ്രോഡക്റ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ബീസ് വാക്സ് എന്ന് പറയുന്നത്. അത് കോസ്മെറ്റിക്സിലും അതുപോലെ പോളിഷസിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ പ്രൊപ്പോളിസ്, റോയൽ ജെല്ലി, ബീ വെനം, ഇങ്ങനെയൊക്കെയുള്ള വസ്തുക്കളുണ്ട്. അത് നമുക്ക് പിന്നീട് പരിചയപ്പെടാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലായിട്ട് ബീ കീപ്പിങ്ങിൽ ഉപയോഗിക്കപ്പെടുന്ന വിഭാഗം ഹണി ബീ എന്ന് പറയുന്നത് എപ്പിസ് ഇൻഡിക്ക ഇനമാണ്. ഒരു ഹണി ബീ കോളനിയിൽ 3 തരം മെമ്പേഴ്സാണുള്ളത്. ഒന്ന് ഫർട്ടൈൽ ഫീമെയിൽസായ ക്വീൻസ്. അവയാണ് എഗ് ലേ ചെയ്യുക, ഫെർട്ടിലൈസ്ഡ് ഓർ അൺഫെർട്ടിലൈസ്ഡ് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാം. ഫെർട്ടിലൈസ്ഡ് എഗ്സ് വർക്കേഴ്സായി മാറും. അൺഫെർട്ടിലൈസ്ഡ് എഗ്സ് ഡ്രോൺസ് ആയിട്ടാണ് മാറുക. ഇനി എന്താണ് വർക്കേഴ്സ്, എന്താണ് ഡ്രോൺസ് എന്ന് നോക്കാം. സോ ഫെർട്ടിലൈസ്ഡ് ഓർ അൺഫെർട്ടിലൈസ്ഡ് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട് ക്വീൻ. ഈ ക്വീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസ്ഡ് എഗ് വർക്കർ ബീ ആയിട്ടാണ് മാറുക. വർക്കർ ബീയും പിന്നെ അടുത്ത തലമുറ ക്വീൻ ആയി മാറേണ്ട ബീസുമാണ് ഉണ്ടാകുക. ഫെർട്ടിലൈസേഷൻ നടന്ന് ഉണ്ടാകുന്ന ഇൻഡിവിജ്വൽ എന്നർത്ഥം. എന്നാൽ ഡ്രോൺസ് എന്ന് പറയുന്നത് മെയിൽസ് ആണ്. ദേ ആർ സ്റ്റെറൈൽ. ക്വീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അൺഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നാണ് ഡ്രോൺസ് ഉണ്ടാകുന്നത്. ക്വീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നുണ്ടാകുന്ന ഫീമെയിൽസ് ആണ് വർക്കേഴ്സ്. ക്വീനിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ബീ ഹൈവിൽ എപ്പോഴും ബീസിൻ്റെ പ്രൊഡക്ഷൻ, അതായത് റീപ്രൊഡക്ഷനാണ് അതിൻ്റെ ഡ്യൂട്ടി. അതേസമയം വർക്കേഴ്സിനാണ് ആ ബീ ഹൈവിൻ്റെ മെയിൻ്റനൻസിൻ്റെ മൊത്തം ചുമതല. ബീ ഹൈവ്സ് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, ഹണി കളക്ട് ചെയ്യുക, കളക്ട് ചെയ്ത ഹണി സംഭരിക്കുക, അതുപോലെ ക്വീൻ ബീ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്ഗ് അതിനെ റോയൽ ജെല്ലി പോലെയുള്ള സെക്രീഷൻസ് കൊടുത്ത് അടുത്ത തലമുറ ക്വീനായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക. അതുപോലെ പിന്നെ മറ്റു വർക്കേഴ്സ്, ബാക്കി എഗ്സ് വർക്കേഴ്സാക്കി പുതിയ തലമുറ വർക്കേഴ്സ് ഉണ്ടാക്കിയെടുക്കുക. അൺഫെർട്ടിലൈസ്ഡ് എഗ്സിനെ ഡ്രോൺസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുക. ഇതെല്ലാം മെയിൻ്റനൻസ് വർക്ക് എല്ലാം ചെയ്യുന്നത് വർക്കേഴ്സാണ്. ഡ്രോൺസ്, they are sterile. They are produced by parthenogenesis.
വർക്കേഴ്സ് മേ ഓൾസോ പ്രൊഡ്യൂസ് ഡ്രോൺസ് ബൈ പാർത്തനോജെനിസിസ്. അതായത് വർക്കേഴ്സ് ഉണ്ടായത് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൽ നിന്നാണെങ്കിലും അവ ഫെർട്ടിലൈസേഷനിൽ പങ്കെടുക്കാത്തവയാണ് വർക്കേഴ്സ്. പക്ഷേ അവയുടെ എഗ്ഗ് ഡയറക്റ്റായിട്ട് നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞതുപോലെ വിതൗട്ട് അണ്ടർഗോയിങ് ഫെർട്ടിലൈസേഷൻ മേ ഡെവലപ്പ് ഇൻ ടു ഇൻഡിവിജ്വൽ. അങ്ങനെ ഉണ്ടാകുന്നവയും സ്റ്റെറൈൽ മെയിൽസ് ആയിരിക്കും, ഡ്രോൺസ് ആയിരിക്കും. ഇനി ഈ ഡ്രോൺ എന്ന് പറയുന്ന ഇൻഡിവിജ്വലിൻ്റെ റോള് മീറ്റിംഗ് ആണ്. മീറ്റിംഗ് ദ ക്വീൻ, meeting with the queen, that is copulation. Then ഇങ്ങനെ 3 വിഭാഗം ബീസാണ് ഒരു ബീ ഹൈവിലുള്ളത്. ഇനി ഒരു ബീ ഹൈവ് നല്ല രീതിയിൽ ഹണി പ്രൊഡക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹണി, അതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ നമുക്കറിയാം, അതുപോലെ അതിൻ്റെ മെഡിസിനൽ വാല്യൂ അറിയാം, അതുപോലെ അതിനോടൊപ്പം കിട്ടുന്ന പല പ്രോഡക്ട്സും ഇൻഡസ്ട്രീസിൽ എത്രത്തോളം ഉപയോഗപ്രദമാണ് നമുക്കറിയാം. സോ അവയുടെ ഉൽപ്പാദനത്തിനായിട്ട് ബീ കീപ്പിംഗ് എത്രത്തോളം സക്സസ് ആയിട്ട് നടത്താം, അതിനായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ഒന്ന്, ഹണി ബീസിനെ പറ്റിയുള്ള അറിവ് തന്നെയാണ്. നോളജ് ആൻഡ് നേച്ചർ ഓഫ് ഹണി ബീസ് സാധാരണഗതിയിൽ എപ്പിസ് ഇൻഡിക്ക വിഭാഗത്തിൽപ്പെട്ടവയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. അവ കുറച്ചുകൂടെ ഹ്യൂമൻ ഫ്രണ്ട്ലിയാണ്. എല്ലാ ഇനങ്ങളും ഹ്യൂമൻ ഫ്രണ്ട്ലി അല്ല. നിങ്ങൾ കാട്ടിലൊക്കെയുള്ള ഹണി ബീ ഹൈവ്സൊക്കെ കണ്ടിട്ടുണ്ടാകാം, വലിയ മരങ്ങളിലൊക്കെ തൂങ്ങിക്കിടക്കുന്നത്. അതിലെ ബീസൊന്നും അത്ര ഫ്രണ്ട്ലി അല്ല. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ മനുഷ്യനോട് ഇണങ്ങുന്നതല്ല. അപ്പോൾ അറിവ് ആ രീതിയിലുണ്ടായിരിക്കണം. മനുഷ്യനോട് ഇണങ്ങുന്ന തരത്തിനെ മാത്രമേ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. നമുക്ക് ഡാമേജ് ഒന്നും ഉണ്ടാകാത്ത വിധത്തിൽ അതിനെ വളർത്തണം, അല്ലേ? അപ്പോൾ നോളജ് ആൻഡ് നേച്ചർ ഓഫ് ഹണി ബീസ് ആണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. പിന്നെ ആവശ്യം ഒരു സക്സസ്ഫുൾ ബീ കീപ്പിങ്ങിന് ബീ ഹൈവ്സ് പ്ലേസ് ചെയ്യുന്നതിന് ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഏറ്റവും കൂടുതൽ ഹണി കളക്ട് ചെയ്യാവുന്ന സ്ഥലങ്ങളായിരിക്കണം. അതുകൊണ്ട് തന്നെ ഫ്ലവേഴ്സ് ഉള്ള സ്ഥലങ്ങളായിരിക്കണം. അത് ഗാർഡൻ ആകാം, അല്ലെങ്കിൽ ക്രോപ്പ് ഫീൽഡ്സ് ആകാം. ധാരാളം ഫ്ലവേഴ്സ് ഉള്ള ക്രോപ്പ് ഫീൽഡ്സ് ആകാം. ഇപ്പോൾ മാംഗോ അല്ലെങ്കിൽ റബ്ബർ, ഇതിൻ്റെയൊക്കെ തോട്ടങ്ങളിൽ നമുക്ക് ബീ ഹൈവ്സ് പ്ലേസ് ചെയ്യാൻ സാധിക്കും. ഇനി ടൈപ്പ് ഓഫ് ഹണി അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഓഫ് ഹണി എന്ന് പറയുന്ന ഹണി കളക്ട് ചെയ്യുന്ന പ്ലാന്റ്സിനനുസരിച്ച് വ്യത്യാസമുണ്ട്. നിറവും അതുപോലെ വ്യത്യാസം വരാം. ചില പ്ലാന്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഹണിക്ക് കറുപ്പ് നിറമാണ്. ചിലതിൽ നിന്ന് കളക്ട് ചെയ്യുന്നതിന് പെയിൽ യെല്ലോ കളറാണ്. ചില ഫ്ലവേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് കളർലെസ് ആണ്. അപ്പോൾ ബേസ്ഡ് ഓൺ ദ ഫ്ലവർ ഫ്രം വിച്ച് ഹണി ഈസ് കളക്റ്റഡ്, അതിൻ്റെ നേച്ചറിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാകാം. പക്ഷേ അതിൻ്റെ ഗുണത്തിനൊരു വ്യത്യാസവുമില്ല. വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു ലിക്വിഡാണ്, സ്വീറ്റ് ലിക്വിഡാണ് ഹണി. സോ ബീ ഹൈവ്സ് പ്ലേസ് ചെയ്യാനുള്ള ലൊക്കേഷൻ കണ്ടെത്തണം. അതിന് ഡിസ്റ്റർബൻസ് ഉണ്ടാകാത്ത രീതിയിൽ, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ ബീ ഹൈവ്സിന് അവിടെ അതിലെ ഹണി ബീസിന് അവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കണ്ടെത്തണം. ഇനി അങ്ങനെ ഒരു സാഹചര്യം കണ്ടെത്തി അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥലം നമ്മൾ കണ്ടുവെങ്കിൽ അവിടെ ബീ ഹൈവ്സ് സ്ഥാപിക്കുമല്ലോ. ബീ ഹൈവ്സിന് പല പല തട്ടുകളാണുള്ളത്. 2-3 തട്ടുകളുണ്ട്. അതിന് ഈ തട്ടുകളോ അടങ്ങിയ ആ കൂട് പ്ലേസ് ചെയ്യുന്നത് ബീസിനെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ക്രോപ്പ് ഫീൽഡിലൊക്കെ കൊണ്ടുവച്ചിട്ട് പ്രയോജനമുള്ളൂ. ഇനി ആ ബീസിനെ അവിടേക്ക് കൊണ്ടെത്തിക്കുക എന്നതാണ് അടുത്ത ഘട്ടം. ക്യാച്ചിങ് ആൻഡ് ഹൈവിങ് ഓഫ് സ്വാംസ്. സ്വാംസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ബീസ് എന്നർത്ഥം. അതിലെന്തായാലും ഒരു ക്വീൻ ബീ കാണണം. ഒരു കോളനിയിൽ ഒരു ക്വീനെ കാണുള്ളൂ. പിന്നെ ധാരാളം വർക്കേഴ്സും ഡ്രോൺസും കാണും. ഇവ എങ്ങനെ ഉണ്ടാകുന്നു നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സോ അവയെ ആ ഒരു പുതിയ സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുക, അവിടേക്ക് അട്രാക്റ്റ് ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം. സോ കൂടിനകത്ത് അതിനെ ആദ്യം ഇണക്കി ആ കൂട് ആണ് നമ്മൾ എവിടെ കൊണ്ടെത്തിക്കുക?
നമ്മൾ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അതിനെ വളർത്താൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കുക. അപ്പോൾ എല്ലായ്പ്പോഴും ബീസ് എല്ലാം കൂടിനുള്ളിലാകുന്ന സമയത്ത് വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രികാലങ്ങളിലാണ് ബീ ഹൈവ്സ് സെറ്റ് ചെയ്യുക. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അറ്റാക്ക് ചെയ്തേക്കാം. ഇനി ബീ ഹൈവ്സ് പ്ലേസ് ചെയ്തു. ധാരാളം ഫ്ലവേഴ്സ് ഉള്ള ഏരിയയാണ്, ഇഷ്ടംപോലെ ഫ്ലവേഴ്സ് ഉണ്ട്. അത് ഹണി കളക്ട് ചെയ്യും. പകൽ സമയത്ത് മൈലുകളോളം ദൂരം പോയി അവ ഹണി കളക്ട് ചെയ്യും. ഈ കളക്ട് ചെയ്യുന്ന ഹണി അവ കൊണ്ടുവന്ന്, വർക്കേഴ്സാണ് കളക്ട് ചെയ്യുന്നത്, വർക്കേഴ്സ് കൊണ്ടുവന്ന് അതാത് അറകളിൽ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് അതിന് മുകളിൽ ബീ വാക്സ് വെച്ച് നല്ലപോലെ ക്ലോസ് ചെയ്യും. അതിൻ്റെ തന്നെ ജലാംശം അല്പം പോലും ഇല്ലാത്ത വിധത്തിൽ അതിനെ ഉണക്കി അതിന് മുകളിൽ ആ വാക്സ് കൊണ്ട് കവർ ചെയ്ത് ആണ് സൂക്ഷിച്ചു വെക്കുക. ഇനി എല്ലാ കാലാവസ്ഥയിലും ബീസിന് ഹണി അവൈലബിൾ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ഫ്ലവറിങ് സീസൺ ആണെങ്കിൽ ശരിയാണ്, എല്ലായ്പ്പോഴും ഹണി ധാരാളം കിട്ടുമെന്ന് പറയാം. അല്ലാത്ത സീസണിൽ ചിലപ്പോൾ ഹണി അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹണി കിട്ടുന്ന സ്ഥലത്തേക്ക് ഇവ ഒന്നിച്ച് പറന്ന് പോകാം. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നമുണ്ടായാൽ നമ്മുടെ വരുമാനത്തെ അത് ബാധിക്കും. അപ്പോൾ എന്തുകൊണ്ടും എല്ലാ സീസണിലും ഈ ബീ ഹൈവ്സിലെ ബീസിനെ അവിടെ തന്നെ നിലനിർത്താൻ തക്കവണ്ണമുള്ള മെഷർ ടേക്ക് ചെയ്യണം. അതായത് ഒരു പുതിയ സ്ഥലത്തേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതേ അവസ്ഥയുണ്ട്. അതായത് അതിൻ്റെ ഹണി കളക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് അതിനെ അവിടെ അട്രാക്റ്റ് ചെയ്യാൻ തക്കണം ഷുഗറി സിറപ്പൊക്കെ അങ്ങോട്ടേക്ക് കൊടുക്കും എന്നാണ് പറയാറ്. അതുപോലെ പിന്നെ ഡിഫറെൻറ്റ് സീസണിൽ, ഇപ്പോൾ ഫ്ലവറിങ് സീസൺ അല്ലാത്ത സമയത്ത് അതിൻ്റെ ആവശ്യത്തിനായിട്ട് ഷുഗറി സിറപ്പ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ എന്തുകൊണ്ടും ആ സ്ഥലം വിട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇനി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത ബീ ഹൈവ്സിൽ നിന്ന് സമയാസമയം നമുക്കതിൻ്റെ കളക്ഷൻ, ഹണി കളക്ഷൻ, അവയുടെ ഹണി കളക്ഷൻ നമുക്ക് കളക്ട് ചെയ്യാം അല്ലേ. അപ്പോൾ കളക്ട് ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ആ ഹണി കൈകാര്യം ചെയ്യുന്നത് വളരെ വൃത്തിയോടെ ആയിരിക്കണം. അപ്പോൾ അതിനും പ്രോപ്പർ മെയിൻ്റനൻസ് അത്യാവശ്യമാണ്. കളക്ട് ചെയ്യുന്നതിന് മുമ്പ് അവയെ ബീ ഹൈവ്സിൽ നിന്ന് ബീസിനെ ഒന്ന് അകറ്റി നിർത്തണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് കുത്തു കിട്ടിയെന്നിരിക്കും. അപ്പോൾ ബീ ഹൈവ്സിൽ നിന്ന് ബീസിനെ ഒഴിവാക്കാൻ പുകച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ പുകച്ചിട്ട് അതിലെ ഓരോ അറകളായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഹണി ബീസിൻ്റെ ബീ ഹൈവ് എന്ന് പറയുന്നത് പല അറകളാണ്. അതിൽ ഓരോ അറയിലും ചില ചെറിയ സെപ്പറേറ്റ് ഫ്രെയിംസ് വെച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടാകും. ആ ഫ്രെയിമിലാണ് ഹണി ബീസ് ഹണി കളക്ട് ചെയ്തുകൊണ്ട് വെക്കുക. ആ ഫ്രെയിംസാണ് നമ്മളെടുത്ത് പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ വാക്സ് കട്ട് ചെയ്ത് മാറ്റി ഹണി എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക യൂസിങ് എക്യുപ്മെൻറ്റ്സ്. സോ ഇത്രയും കാര്യങ്ങൾ, ഇതിനെപ്പറ്റി ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള മുൻധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബീ കീപ്പിംഗ് സക്സസ്ഫുള്ളായിട്ട് നടത്താൻ പറ്റൂ. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പൗൾട്രി ഫാം മാനേജ്മെൻറ്റോ അല്ലെങ്കിൽ ഡയറി ഫാം മാനേജ്മെൻറ്റ് പ്രാക്ടീസസിലോ നമ്മുടെ മുഴുനീള പരിചരണം ആവശ്യമുള്ളതാണ്. എന്നാൽ ബീ കീപ്പിങ്ങിൽ നമുക്ക് അധികം ചിലവൊന്നും വരുന്നില്ല, വലിയ അധ്വാനവും വരുന്നില്ല, പക്ഷേ നല്ല ധനം സമ്പാദിക്കാനുള്ളൊരു മാർഗവുമാണ്. അപ്പോൾ ബീ കീപ്പിംഗ് എന്ന് പറയുന്നത് എന്തുകൊണ്ടും ഒരു എക്സ്ട്രാ ഇൻകമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇനി ഹണി ബീസ് നമുക്ക് ഹണി തരുന്നുണ്ട്. ഹണി കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഫ്ലവേഴ്സിൽ നിന്നാണ്. പ്ലാന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലവേഴ്സിൽ നിന്ന് ഹണി കളക്ട് ചെയ്യുന്നതോടൊപ്പം ആ ഹണി ബീ പ്രകൃതിക്ക് ചെയ്തു കൊടുക്കുന്ന ചില ഗുണങ്ങളുണ്ട്. അതിലൊന്നാണെന്ത്? പോളിനേഷൻ. ഫ്ലവേഴ്സ് പോളിനേറ്റ് ചെയ്യുന്നു. എഫിഷ്യൻ്റായിട്ട് പോളിനേഷൻ നടത്തുന്നത് ബീ വിഭാഗത്തിൽപ്പെട്ടവയാണ്. നമ്മൾ പറഞ്ഞ ഇൻസെക്ട്സ് ആണ്. അതിൽ ഇൻസെക്ട് പോളിനേഷൻ തന്നെ ഹണി ബീസ് ആണ് മേജർ പോളിനേറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ ഈൽഡ് കൂടാനൊരു കാരണം ആരാണ്? ഈ ഹണി ബീസ് ആണ്. അവ എഫിഷ്യൻ്റായിട്ട് പോളിനേഷൻ നടത്തുന്നതുകൊണ്ട് ഈൽഡും കൂടും. അതുപോലെ ബെറ്റർ പ്രൊഡ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ പറയുക, ഏത്
ഒരു ഈൽഡാണ് ഒരു പ്ലാന്റിൽ നിന്ന് കിട്ടാനുള്ളത്. അതിൻ്റെ ഈൽഡ് വർദ്ധിക്കും, ബെറ്റർ ക്വാളിറ്റി ഉള്ളത് കിട്ടും. ഇനി എഫിഷ്യൻ്റായിട്ട് പോളിനേഷൻ നടക്കുക എന്ന് പറയുന്നത് പ്ലാന്റ്സിനെ സംബന്ധിച്ച് മറ്റൊരു നല്ല വശം കൂടിയുണ്ട്. അവയ്ക്ക് പെസ്റ്റിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ബീ കീപ്പിംഗ് എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ഇൻകമാണ്. ഒരു എക്സ്ട്രാ ഇൻകമായിട്ട് അതിനെ കണക്കാക്കാം. കാരണം മറ്റ് കായികാധ്വാനങ്ങൾ അധികം ഇല്ല, അല്ലെങ്കിൽ പൈസ അധികം ചിലവാക്കാതെ തന്നെ നമുക്ക് നടത്താവുന്ന ഒരു കൃഷി രീതിയാണിത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഹണി കൂടാതെ മറ്റു ചില വസ്തുക്കൾ കൂടി കിട്ടുന്നുണ്ട് ബീ ഹൈവ്സിൽ നിന്ന്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് റോയൽ ജെല്ലിയാണ്, മറ്റൊന്ന് ബീ വാക്സ്, പോളൻ, പ്രൊപ്പോളിസ്, ബീ വെനം, ഇതൊക്കെയാണ്. ഇതിൽ ഹണി എന്ന് പറയുന്നത് നമുക്കറിയാം സ്വീറ്റ് ലിക്വിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹണി ബീ. വർക്കേഴ്സാണ് കളക്ട് ചെയ്ത് അറകളിൽ കൊണ്ട് നിറച്ച് വെക്കും, എന്നിട്ട് അതിനെ വാക്സ് കൊണ്ട് അടച്ചു വെക്കും, അല്ലേ? ഇനി റോയൽ ജെല്ലി എന്താണ്? റോയൽ ജെല്ലി പ്രൊഡ്യൂസ് ചെയ്യുന്നത് വർക്കർ ബീസാണ്. ഇനി ഭാവിയിൽ എന്താ പറയുക, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഫീമെയിലായിട്ട് അല്ലെങ്കിൽ ക്വീനായി മാറേണ്ട എഗ്ഗ് ഹാച്ച് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ യങ് വൺസിന് കൊടുക്കാനായിട്ടുള്ള സ്പെഷ്യൽ സബ്സ്റ്റൻസ് ആണ് റോയൽ ജെല്ലി. ഈ റോയൽ ജെല്ലി കഴിച്ചാണ് അവ ക്വീനായിട്ട് മോഡിഫൈ ചെയ്യപ്പെടുന്നത്. 16 ദിവസത്തോളം വേണം അവയുടെ ആ പീരീഡ് ഡെവലപ്മെൻറ്റിന്. അപ്പോൾ ആ റോയൽ ജെല്ലി എന്ന് പറയുന്ന വൈറ്റ് വിസ്കസ് ജെല്ലി ലൈക്ക് സബ്സ്റ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വർക്കർ ബീസിൻ്റെ ഹൈപ്പോഫാരിംഗൽ ആൻഡ് മാൻഡിബുലാർ ഗ്ലാൻസ് ആണ്, അവയുടെ സെക്രീഷനാണ്. ഇനി പ്രൊപ്പോളിസ് എന്ന് പറയുന്നത് ഒരു റെസിനസ് സബ്സ്റ്റൻസ് ആണ്. അതിനെ ബീ ഗ്ലൂ എന്ന് വിളിക്കും. ഇത് ഹണി കളക്ട് ചെയ്യുന്നതോടൊപ്പം ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു റെസിനസ് സബ്സ്റ്റൻസ് ആണ്. ഇതിനും മാർക്കറ്റിൽ നല്ല വാല്യൂ ഉള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ബീ വാക്സ് ഓർക്കുന്നുണ്ടായിരിക്കും. ബീസ് വാക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും വർക്കർ ബീസാണ്. അവയുടെ വാക്സ് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ്, അബ്ഡോമിനൽ പാർട്ടിലുള്ള വാക്സ് പ്രൊഡ്യൂസിങ് ഗ്ലാൻസ് ആണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഈ ബീസ് വാക്സ് നമുക്കറിയാം ഒരു ബീ ഹൈവ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹണി ബീസ് കളക്ട് ചെയ്യുന്ന ഹണി അറകളുടെ മൂടാനായിട്ട് ഈ ബീ വാക്സ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലേ? പിന്നെ ഇൻഡസ്ട്രിയലി അതിന് കോസ്മെറ്റിക് ഇൻഡസ്ട്രിയിലും അതുപോലെ പോളിഷസിൻ്റെ നിർമ്മാണത്തിലുമൊക്കെ വളരെ ഉപകാരപ്പെടുന്നുണ്ട്. ഇനി ഒരു മെഡിസിനൽ എഫക്റ്റ് ഉള്ള ഒന്നാണ് ബീ വെനം എന്ന് പറയുന്നത്. തേനീച്ചയെ കൊണ്ട് കുത്തിച്ച് അതിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ നിന്നുണ്ടാകുന്ന ഒരു മിക്സ്ചറാണ്, ഒരു കോംപ്ലക്സ് മിക്സ്ചറാണ് കണ്ടെയ്നിങ് പ്രോട്ടീൻസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ലൈക്ക് ഫോസ്ഫോലിപ്പേസ്, മെല്ലിറ്റിൻ പോലെയുള്ള വസ്തുക്കൾ കൊണ്ട് ഉള്ള ആ ഒരു ബീ വെനം അപ്ലൈ ചെയ്ത് പല രോഗികൾക്കും, അതായത് ഇപ്പോൾ ത്രോംബോസിസ് ഒക്കെ വന്ന ആളുകളിൽ, അതായത് അവരുടെ രക്തക്കുഴലുകൾ പൊട്ടി രക്തം ചീറ്റുന്ന ഒരവസ്ഥയുള്ള, അപ്പോൾ ആ അവസ്ഥയ്ക്ക് എതിരെഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ രക്തം ക്ലോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടാകാനായിട്ട് ആൻറ്റി ത്രോംബോട്ടിക് എഫക്റ്റുള്ള ബീ വെനം ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് പ്രൊപ്പോളിസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് ബീ സ്റ്റിങ് ആണ്. ഇതിൻ്റെ സലൈവറി ഗ്ലാൻഡിലുള്ള ഈ പാർട്ടാണ് അവിടെ വെനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ ക്രോപ്പ് ഫീൽഡാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ ബീ ഹൈവ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത് കാണാം. ഇഷ്ടംപോലെ ഫ്ലവറുള്ള ഏരിയയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഓരോ അറയിലുമുള്ള ഓരോ ബീ ഹൈവിലെയും പല പല തട്ടുകളുണ്ടെന്ന് പറഞ്ഞു. അതിലെ ഒരു തട്ട്, അതായത് ബീസ് ഇരിക്കുന്ന ആ തട്ടാണിത്. ഇതിൽ ഓരോരോ ഫ്രെയിംസ് ഇതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ധാരാളം 10 തൊട്ട് 15 വരെ ഫ്രെയിംസ് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോ ഫ്രെയിമും ഇതുപോലെയാണ് ഔട്ട്ലൈൻ. അതിൽ അറകളിൽ എന്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു? തേൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഈ അറകൾ മൂടി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ബീ വാക്സ് കൊണ്ടാണ്. ഓക്കെ, ഇത് ചെറുതേനീച്ചയാണ്. കണ്ടിട്ടുണ്ടാവുമല്ലോ, പൊത്തുകളിലൊക്കെ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകുക. പക്ഷേ ഇതിനെ അല്ലാതെ വളർത്തുന്നുണ്ട്. ഇതുപോലെയുള്ള ട്രേകളിലാണ് ചെറുതേനീച്ച വളർത്തുക. അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന തേനാണിത്. അതിൽ ഫീമെയിൽസ് ലേ ചെയ്യുന്ന എഗ്ഗാണിത്. ഇതാണ് ചെറുതേനീച്ച. ഇത് കൂടുതൽ ഗുണമുള്ളതായിട്ടാണ് പറയുക. പെരുന്തേനേക്കാൾ കൂടുതൽ ഗുണമുള്ളതായിട്ടാണ് പറയുക. ഇതിനെ പറഞ്ഞതുപോലെ ഇതും ഒട്ടും അറ്റാക്ക് ചെയ്യുന്ന ടൈപ്പല്ല, വളരെ കാം ഒരു ബീയാണ്.
ഇത് അറ്റാക്കിംഗ് ടൈപ്പാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇതിനെ, ചിലപ്പോൾ പടങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാകും. ജൈൻ ഹണി ബീസാണിവ. കാടുകളിലൊക്കെയാണ് കാണുന്നത്, വൻമരങ്ങളിലൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഹണി ബീ കോളനി കണ്ടിട്ടുണ്ടാവും. ആ കോളനിയിൽ ഉള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് വയലൻ്റ് ആണ്. അവ അറ്റാക്ക് ചെയ്യും. ആളിൽ നിന്ന് തേൻ കളക്ട് ചെയ്യാനായിട്ട് പുകയ്ക്കുകയാണ് ഇവിടെ. ആളുകളെല്ലാം കൂടെ ചേർന്ന് പുകയ്ക്കുകയാണ്. എന്നിട്ട് പുകച്ചതിനെ ബീസിനെ അകറ്റിയതിന് ശേഷം ഈ ജയൻറ്റ് ഹണി കോമ്പിൽ നിന്ന് ഇങ്ങനെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കി അതിൽ നിന്ന് ഇങ്ങനെ ഹണി ഒഴുക്കിയെടുക്കുന്നുണ്ടോ, എന്നിട്ട് കളക്ട് ചെയ്യാണ്. ഓക്കെ. ഇനി സാധാരണ വീടുകളിൽ നമ്മൾ വളർത്തുന്ന നേരത്തെ കാണിച്ചതിന് തേനീച്ചകളിൽ തേൻ കളക്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞ ഹണി ബീ എന്താ പറയുക, അവയുടെ ബീഹൈവിനുള്ളിലുള്ള ട്രേ ഉണ്ടല്ലോ, ആ ട്രേ അതിലൊരെണ്ണമാണിത്. ഈ ട്രേയിൽ ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ തേൻ സംഭരിച്ച് വെച്ചിരിക്കുന്ന അറകളാണ്. അതിന് മുകളിലായി വെള്ള നിറത്തിലൊരു പാട പോലെ കാണുന്നില്ലേ, അതതിൻ്റെ വാക്സ് കോട്ടിംഗ് ആണ്. ഇതിനെ ഇങ്ങനെ മൊത്തത്തിൽ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വാക്സ് ചെത്തി മാറ്റിയിട്ട് അതായത് ഒരു ഹണി എക്സ്ട്രാക്ടറാണ്. ഈ ഹണി എക്സ്ട്രാക്ടർ 1, 2, 3, 4 ട്രേ വെക്കാം. ഇതിനുള്ളിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇതിനെ ഈ എക്യുപ്മെൻ്റ് വെച്ച് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആ ഹണി അതിൽ നിന്ന് ഊറി വരും. ഇനി ഈ ട്രേയുടെ അതർ സൈഡിലും ഇതുപോലെ അറകളുണ്ട്. ആ അറകളും ഇതുപോലെ വാക്സ് വെച്ച് അടച്ചു വെച്ചിരിക്കുമായിരിക്കും. അതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഈ എക്യുപ്മെൻറ്റിലേക്ക് വെച്ച് കൊടുത്താൽ ഹണി കളക്ട് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഹണി ബീസിന് ഈ ട്രേ കളക്ട് ചെയ്യാനായിട്ട് ആ ബീ കോളനിയെ ഒന്ന് അകറ്റാനായിട്ട് പുകയ്ക്കുന്ന സാധനമാണിത്, ബീ സ്മോക്കർ. ഇത് ഹണി കളക്ട് ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ ടൈപ്പ് സ്പൂൺസാണ്. അപ്പോൾ നമുക്ക് ഹണി ബീസിനെ പറ്റിയുള്ളൊരു ധാരണയായല്ലോ. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, ഫിഷറീസ്. അടുത്തത് ഫിഷറീസ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ദാറ്റ് ഡീൽസ് വിത്ത് catching, processing and selling of fish and fish products. ഈ ഫിഷറീസിൽ മറ്റ് അക്വാട്ടിക് അനിമൽസ് ഉൾപ്പെടാം. അതായത് അക്വാട്ടിക് അനിമൽസ് എന്ന് പറയുന്നത് ക്രാബ്സ്, അതുപോലെ ലോബ്സ്റ്റേഴ്സ്, അല്ലെങ്കിൽ ക്രസ്റ്റേഷ്യൻസ്, ഇവയൊക്കെ ഉൾപ്പെടാം. ഇവയുടെയൊക്കെ പരിചരണവും അവയുടെ പ്രജനനവും ഡീൽ ചെയ്യുന്ന വിഭാഗമാണ് ഫിഷറീസ്. ഈ ഒരു മേഖലയിൽ പ്രൊഡക്ഷനിലുണ്ടായ ഒരു കുതിച്ചുചാട്ടം, അതായത് പ്രൊഡക്ഷൻ ഓഫ് ഫിഷസ് ആൻഡ് അതർ അക്വാട്ടിക് അനിമൽസിലുണ്ടായ ആ കുതിച്ചുചാട്ടത്തെ ബ്ലൂ റെവല്യൂഷൻ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതിൽ 2 തരം ഓർഗാനിസംസിനെയാണ് വളർത്തുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് ഫിഷാണ്, പിന്നെ മറ്റ് അക്വാട്ടിക് അനിമൽസ് എന്ന് പറഞ്ഞു. സോ അതിനെ 2 വിഭാഗമായിട്ട് തന്നെ പറയാം. ഒന്ന് അക്വാകൾച്ചർ, മറ്റൊന്ന് പിസികൾച്ചർ. അക്വാകൾച്ചർ എന്ന് പറഞ്ഞാൽ ബ്രീഡിംഗ് ആൻഡ് റിയറിംഗ് ഓഫ് അക്വാട്ടിക് ഫോണ ആൻഡ് ഫ്ലോറ. അക്വാട്ടിക് ഫോണ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഗാനിസംസ് ആണ്. ഫിഷസ്, മൊളസ്, ക്രാബ്സ്, ക്രസ്റ്റേഷ്യൻസ് എന്ന് പറയുന്നത് അല്ലേ. പിന്നെ ഫ്ലോറ എന്ന് പറയുന്നത് അക്വാട്ടിക് ആൽഗകളാകാം, അല്ലെങ്കിൽ അക്വാട്ടിക് പ്ലാന്റ്സ് ആകാം. അവയുടെ പരിപാലനമാണ് അക്വാകൾച്ചറിൽ പറയുന്നത്. അതായത് ഇൻക്ലൂഡിങ് ഫിഷാണത്. എന്നാൽ അതിൽ ഫിഷസിനെ മാത്രം പറ്റി പറയുന്നതാണ് പിസികൾച്ചർ. അതിൽ മത്സ്യപരിപാലനം മാത്രമേ ഉള്ളൂ. മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കൽ, അവയെ വളർത്തിയെടുക്കൽ, അല്ലെങ്കിൽ അവയ്ക്ക് വളരാനുള്ള പിന്നെ കുളങ്ങളോ അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് വളരാൻ സാധിക്കുമോ അതിനെ വളർത്തിയെടുക്കാനുള്ള പരിചരണ രീതികളെ പറ്റിയൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു വിഭാഗമാണ് പിസികൾച്ചർ എന്ന് പറയുന്നത്. പല വീടുകളിലും കുളങ്ങളിൽ മീൻ വളർത്തലുണ്ട് താനും. നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാകാം അല്ലേ. ശുദ്ധജലത്തിൽ വളരുന്നതാണെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ കടൽ ജലം കെട്ടി നിർത്തിക്കൊണ്ട് അതിനുള്ളിൽ കടൽ മത്സ്യങ്ങളെ വളർത്തുന്ന രീതികളും ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അതിനെപ്പറ്റി അറിയാം. സോ 2 രീതിയാണുള്ളത്. ഒന്ന് അക്വാകൾച്ചർ എന്ന് പറയും. അക്വാകൾച്ചറിൽ ഫിഷസ് ഉൾപ്പെടെയുള്ള അക്വാട്ടിക് ആനിമൽസിൻ്റെ ബ്രീഡിങ്ങും അതുപോലെ അതിൻ്റെ പരിപാലനവും ഒക്കെയാണ് ഡീൽ ചെയ്യുന്നത്. പിസികൾച്ചർ എന്ന് പറയുന്നത്
പുതിയ ഇനം വെറൈറ്റികളെ അല്ലെങ്കിൽ ഫിഷ് ടൈപ്സിനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഫിഷസിൻ്റെ പിന്നെ വളരാനുള്ള അല്ലെങ്കിൽ അതിന് കൊടുക്കാവുന്ന ഫുഡിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ പരിപാലന രീതികളെ പറ്റിയോ ഒക്കെ ഡീൽ ചെയ്യുന്ന വിഭാഗമാണ് പിസികൾച്ചർ. ഓക്കെ. സാധാരണ വളർത്തുന്ന നമ്മൾ ആഹാരമായിട്ട് ഉപയോഗിക്കുന്ന വിഭാഗം ജീവികളാണ് അക്വാകൾച്ചറിൽ വരുന്നവയാണ് ഇവിടെ പറയുന്നത്. ഇത് ഷെൽഫിഷാണ്, ഇത് കോമൺ കാർപ്പ്, ഇത് ടിലാപ്പിയ, ഇത് കരിമീൻ അറിയാലോ എട്രോപ്ലസ്, ഇത് ഫ്രഷ് വാട്ടർ കൊഞ്ചാണ്. പിന്നെ ഷ്രിംപ് ആൻഡ് പ്രോൺസ്, ക്രസ്റ്റേഷ്യൻസ്, മൊളസ്ക് അറിയാലോ. നമ്മൾ ഇതുവരെ പറഞ്ഞത് അനിമൽ ബ്രീഡിങ്ങിനെ പറ്റിയും അതുപോലെ അനിമൽ ഹസ്ബൻഡറി വിഭാഗത്തിൽ വരുന്ന കൃഷിരീതികളെ പറ്റിയും ഒക്കെയാണ്. ഇനി നമ്മൾ ഡീൽ ചെയ്യുന്നത് പ്ലാന്റ് ബ്രീഡിംഗ് ആണ്. നമുക്കറിയാം പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫുഡ് റിക്വയർമെൻറ്റ് കൂടി വരുവാണ്. പക്ഷേ ആവശ്യത്തിന് ഫുഡ് ഇല്ലാത്ത അവസ്ഥയുമാണ്. കാരണം കൃഷി ചെയ്യാൻ അധികം സ്ഥലമില്ല. ഇനി കൃഷി ചെയ്യാനുള്ള സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫുഡെന്ന് പറയുന്നത് എല്ലാ ജനവിഭാഗങ്ങൾക്കും എത്തിക്കാൻ പര്യാപ്തമല്ല. അപ്പോൾ കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യണം. ആ കൃഷി ചെയ്യുന്ന ക്രോപ്പ് എന്ന് പറയുന്നത് ബെറ്റർ ഈൽഡ് തരണം, അസുഖങ്ങളൊന്നും വരാൻ പാടില്ല. പിന്നെ ആ ബെറ്റർ ഈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ പ്രൊഡക്ഷനാണ്, കൂടുതൽ ക്വാളിറ്റി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യണം. ഇതിനു വേണ്ടിയാണ് പ്ലാന്റ് ബ്രീഡിംഗ് ഉപയോഗിച്ചത്. പണ്ട് കാലങ്ങളിൽ കർഷകർ, നമ്മുടെ കൺവെൻഷണൽ ഫാമേഴ്സ്, അവരുടെ ചുറ്റുവട്ടത്തുള്ള, നമുക്കറിയാം എങ്ങനെയാണ് പിന്നെ മനുഷ്യൻ അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു ജീവിയായിരുന്നു. പിന്നീട് ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തു. അവ ഏതോ ചില സ്ഥലങ്ങളിൽ കൂട്ടം ചേർന്ന് താമസിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് ആവശ്യമായ ആഹാരം വീടിനടുത്ത് തന്നെ അല്ലെങ്കിൽ താമസിക്കുന്നതിനടുത്ത് തന്നെ കിട്ടാൻ വേണ്ടി പല ചെടികളും അവരുടെ വീടിൻ്റെ ലൊക്കാലിറ്റിയിൽ വളർത്തിയെടുത്തു. ദാറ്റ് വാസ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്. കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ കഴിക്കാൻ യോഗ്യമെന്ന് തോന്നിയ ചെടികളെ കയ്യെത്തും ദൂരത്ത് വളർത്താൻ ശ്രമിച്ചു. അവരറിയാതെ അവർ ചെയ്തത് എന്താണ്? ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുകയായിരുന്നു. അവ പുതിയ ഒരു സ്ഥലത്തേക്ക് അവയെ പറിച്ചു നടുകയായിരുന്നു. അങ്ങനെ വൈൽഡ് വെറൈറ്റീസും ഇങ്ങനെ വളർത്തിയെടുത്ത വെറൈറ്റീസും തങ്ങളിൽ അവയ്ക്ക് നിലനിൽപ്പിന് വേണ്ടി ചില മോഡിഫിക്കേഷൻസ്, ചില ജനറ്റിക് ചേഞ്ചസ് ഉണ്ടായി. ആ ജനറ്റിക് ചേഞ്ചസ് കാലാകാലങ്ങളിൽ പല ആവശ്യങ്ങൾക്കായിട്ട്, നിലനിൽപ്പിനായിട്ട് വീണ്ടും വീണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. മനുഷ്യൻ ആദ്യകാലങ്ങളിൽ അവർക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഒക്കെയാണ് ഉപയോഗിച്ചത്. ഫെർട്ടിലൈസർ എന്ന് തന്നെ പറയാൻ പറ്റില്ല, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സാധാരണ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, കൗഡങ്, അതല്ലെങ്കിൽ ഫ്രഷ് ലീവ്സ്, ഗ്രീൻ ലീവ്സ്, അതിനെ ഡ്രൈ ലീവ്സിനെ അല്ലെങ്കിൽ കമ്പോസ്റ്റിംഗ് വഴി ആ ലീവ്സ് വളമായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ള കൃഷി രീതികളാണ് തുടർന്നു വന്നത്. എന്നാൽ പോപ്പുലേഷൻ ക്രമാതീതമായിട്ട് കൂടുമ്പോൾ അത്രയും മനുഷ്യർക്ക് ആഹാരം കൊടുക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഈ കൺവെൻഷണൽ രീതികൾ, അതായത് നമ്മുടെ എന്താ പറയുക, ഫെർട്ടിലൈസേഴ്സ് ഓഫ് ബയോളജിക്കൽ ഒറിജിൻ കൊണ്ട് മാത്രം വൻ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സയൻറ്റിസ്റ്റുകൾ ചിന്തിച്ചത് ചില കോമ്പിനേഷൻസ് ഓഫ് കെമിക്കൽസ് യൂസ് ചെയ്തുകൊണ്ട് ഈൽഡ് കൂട്ടാൻ സാധിക്കുമോ എന്ന് ടെസ്റ്റ് ചെയ്തു. അങ്ങനെ ബെറ്റർ ഈൽഡ് തരുന്ന ചില കെമിക്കൽസ് അവർ കണ്ടെടുത്തു. അതിനെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞു. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചപ്പോൾ അതുവരെ മണ്ണിന് കിട്ടിയിട്ടില്ലാത്ത ഒരു സൗഭാഗ്യമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അതുവരെ തന്നതിനേക്കാൾ 10 മടങ്ങ് ഫുഡ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്രോപ്പ് ഈൽഡ് ഉണ്ടായി. അതോടൊപ്പം സയൻറ്റിസ്റ്റുകൾ ശ്രമിച്ചത് അതുവരെ കൃഷി ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന ചെടികൾ അല്ലെങ്കിൽ ക്രോപ്സിൽ നിന്ന്
ആ നല്ല ഇനം ക്രോപ്പുകളെ തിരഞ്ഞു പിടിച്ച് അവയെ മാത്രം വളർത്തി അവയിലെ നല്ല ക്വാളിറ്റീസ് മാത്രം നിലനിർത്താൻ ശ്രമം നടത്തി. അതിനുപയോഗിച്ച ടെക്നിക്കാണ് പ്ലാന്റ് ബ്രീഡിങ്. ഗ്രിഗർ മെൻഡലിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ജീൻ എഫക്റ്റ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. ജീന് എന്തൊക്കെ ക്യാരക്ടറിനെ നിർണ്ണയിക്കുന്നുവെന്നും അപ്പോൾ ജീനിൽ വ്യത്യാസം വരുത്തിയാൽ ക്യാരക്ടർ വ്യത്യാസം വരുമെന്നും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സയൻറ്റിസ്റ്റുകൾ ചെയ്തത് എന്താണ്? ബെറ്റർ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്ത് അതിലെ ബെറ്റർ ക്വാളിറ്റീസ് കമ്പൈൻ ചെയ്യാൻ ഒരു പ്ലാന്റിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിനുപയോഗിച്ച മാർഗം എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചു. ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. ബെറ്റർ പേരൻസിനെ സെലക്ട് ചെയ്തു, എന്നിട്ട് അതിനെ ആർട്ടിഫിഷ്യൽ ക്രോസ് പോളിനേഷൻ നടത്തി. അങ്ങനെ പേരൻസിനേക്കാൾ സ്വഭാവ ഗുണങ്ങളുള്ള ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ചു. അതിലവർ സക്സസ് ആയി. അപ്പോൾ ആ ബെറ്റർ വെറൈറ്റീസിനെയും അതുപോലെ നല്ല നല്ല ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം, പിന്നെ പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം, ഹൈ ഈൽഡിങ് ആയിട്ടുള്ള സീഡ്സിനെ മാത്രം ഉപയോഗിക്കുക, അതുപോലെ നല്ല രീതിയിൽ ജലസേചനം നടത്തി, അതായത് ഇറിഗേഷൻ നല്ല രീതിയിൽ കൊടുത്തു, ഒക്കെ ക്രോപ്പ് ഈൽഡിൽ ഒരു കുതിച്ചു ചാട്ടം തന്നെ ഉണ്ടാക്കി, അല്ലെങ്കിൽ ഒരു ഷാർപ്പ് ഇൻക്രീസ് ഇൻ ക്രോപ്പ് പ്രൊഡക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ സയൻറ്റിസ്റ്റുകൾക്ക് സാധിച്ചു. ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ഗ്രീൻ റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ലോകത്ത് ഗ്രീൻ റെവല്യൂഷന് തുടക്കമിട്ടത് നോർമൻ ഇ ബോർലോഗ് എന്ന സയൻറ്റിസ്റ്റാണ്. സോ ഹീ ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. അദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ചാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഇന്ത്യയിൽ പലതരം വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സിനെ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ മോഡേൺ മെത്തേഡ്സ് കൂടി കമ്പൈൻ ചെയ്തു. അതായത് കൺവെൻഷണൽ അഗ്രികൾച്ചറൽ പ്രാക്ടീസസിൽ നിന്ന് വേറിട്ട് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചു, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിച്ചു, ഹൈ ഈൽഡിങ് ആയിട്ടുള്ള സീഡ്സ് മാത്രം ഉപയോഗിച്ച്, അല്ലെങ്കിൽ ബെറ്റർ പ്ലാന്റ്സിനെ മാത്രം സെലക്ട് ചെയ്ത് നല്ല രീതിയിൽ ഇറിഗേറ്റ് ചെയ്ത് ആണ് ക്രോപ്പ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തത്. സോ ആ ഒരു രീതിയിൽ ഒരു പരിധി വരെ ഈ പോപ്പുലേഷൻ ഇൻക്രീസിന് ഒരു പരിധി വരെ ഒരു സഹായകമായി പ്ലാന്റ് ബ്രീഡിങ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ക്രോപ്പിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. സോ പ്ലാന്റ് ബ്രീഡിങ് എന്താണെന്നാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. പ്ലാന്റ് ബ്രീഡിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പർപ്പസ്ഫുൾ മാനിപ്പുലേഷൻ ഓഫ് ജനറ്റിക് ട്രേറ്റ് എന്ന് പറയാം. ഒരു ഡിസൈഡ് ട്രേറ്റ് ഒരു പ്ലാന്റ് സ്പീഷീസിലേക്ക് കൊണ്ടുവരാൻ. ഡിസൈഡ് ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് സ്വഭാവവിശേഷങ്ങളാണ്? നല്ല ഈൽഡ് തരണം, ഡിസീസ് റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കണം, ഇതൊക്കെ അല്ലേ. അപ്പോൾ ബെറ്റർ ട്രേറ്റ്സ് അല്ലെങ്കിൽ ഡിസൈഡ് ട്രേറ്റ്സ് പ്ലാന്റ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പർപ്പസ്ഫുള്ളി രണ്ട് ഡിഫറെൻറ്റ് ബെറ്റർ പ്ലാന്റ്സിനെ ക്രോസ് ചെയ്ത് ആർട്ടിഫിഷ്യലി ക്രോസ് പോളിനേഷൻ നടത്തി ഒരു ഹൈബ്രിഡിനെ പ്രൊഡ്യൂസ് ചെയ്യുക. ഹൈബ്രിഡൈസേഷൻ്റെ പ്രോഡക്റ്റിനെ എന്ത് വിളിക്കും? ഹൈബ്രിഡ്സ്. നമുക്കറിയാം ഹൈബ്രിഡ്സ് എല്ലായ്പ്പോഴും അവയുടെ പേരൻസിനേക്കാൾ ഒരുപടി നല്ല ഗുണങ്ങളാണ് കാണിക്കുക, അല്ലേ? അതാണല്ലോ ഇൻ ബ്രീഡിങ്ങും ഔട്ട് ബ്രീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസവും, അല്ലേ? സോ സെൽഫ് പോളിനേഷൻ ലീഡ്സ് ടു ഇൻ ബ്രീഡിങ് ഡിപ്രഷൻ എന്ന് പറഞ്ഞു. ആ ഇൻ ബ്രീഡിങ് ഡിപ്രഷൻ ഇല്ലാതെയാക്കണമെങ്കിൽ എന്താണ്? ഔട്ട് ബ്രീഡിങ് ആണ്. പ്ലാന്റ്സിലും അതുപോലെയാണ്. സെൽഫ് പോളിനേഷൻ എന്ന് പറയുന്നത് ജനറ്റിക് ട്രേറ്റ്സ്, ആ പേരൻ്റൽ ക്യാരക്ടറിസ്റ്റിക്സ് നിലനിർത്താനേ സാധിക്കുകയുള്ളൂ. ഒരു വെറൈറ്റി, ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ഉണ്ടാക്കണമെങ്കിൽ അതിനെ ക്രോസ് പോളിനേഷൻ നടത്തണം. അത് നല്ല നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു പ്ലാന്റിൽ ഡിസീസ് റെസിസ്റ്റൻസ് എന്ന ക്യാരക്ടർ ഉണ്ട്, മറ്റൊരു പ്ലാന്റിൽ ഹൈ ഈൽഡിങ് കപ്പാസിറ്റി ഉണ്ട്. സോ ഈ രണ്ട് ഗുണങ്ങളും ഒരു പ്ലാന്റിലേക്ക് കൊണ്ടുവരാൻ ഹൈ ഈൽഡിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെയും ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റിനെയും പേരൻസ് ആയിട്ട് സെലക്ട് ചെയ്ത് അവയെ ആർട്ടിഫിഷ്യൽ ക്രോസ് പോളിനേഷന് വിധേയമാക്കി അവ ഫെർട്ടിലൈസേഷൻ നടക്കാൻ അനുവദിച്ച് സീഡ്സ് ഉണ്ടാക്കി ആ സീഡ്സ് കളക്ട് ചെയ്ത് അവയെ വിതച്ച് ഉണ്ടായ പ്ലാന്റ്സിനെ പരിശോധിച്ചപ്പോൾ പേരൻസിനേക്കാൾ, അതായത് പേരൻസിന് ഓരോ നല്ല ഗുണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, ഈ രണ്ട് ഗുണങ്ങളും കൂടിയുള്ള
ഓഫ് സ്പ്രിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കി. സോ അതാണ് പ്ലാന്റ് ബ്രീഡിങ്. ഇനി നോർമൻ ബോർലോഗ് എന്ന് പറഞ്ഞല്ലോ, ലോകത്തിന് ക്രോപ്പ് പ്രൊഡക്ഷനിലൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കാൻ കാരണക്കാരനായ അദ്ദേഹമാണിത്, നോർമൻ ഇ ബോർലോഗ്. ഇന്ത്യയിൽ അതേ അവസ്ഥയ്ക്ക് കാരണമായ ആളാണ് ഡോക്ടർ MS സ്വാമിനാഥൻ. പ്ലാന്റ് ബ്രീഡിങ് അപ്പോൾ നല്ല ഗുണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഈ നല്ല ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഈൽഡ് ഇൻക്രീസ് ചെയ്യുക, ക്വാളിറ്റി ഓഫ് ഫുഡ് ഇമ്പ്രൂവ് ചെയ്യുക, അതായത് ഇപ്പോൾ നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ളത്, അല്ലെങ്കിൽ നല്ല സ്റ്റാർച്ച് ഉള്ളത്, അല്ലെങ്കിൽ എഡിബിൾ സ്റ്റാർച്ച് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ പിന്നെ ഗുഡ് ഫാറ്റ് കണ്ടെയ്നിങ് അല്ലേ. സോ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക, ഈൽഡ് ഇൻക്രീസ് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ഡിസീസിനെതിരെ റെസിസ്റ്റൻ്റ് ആക്കി എടുക്കുക, അതല്ലെങ്കിൽ പെസ്റ്റിനെതിരെ പാത്തോജൻസിനെതിരെ റെസിസ്റ്റൻ്റ് ആക്കി എടുക്കുക. ഇതൊന്നും അല്ലെങ്കിൽ വളരുന്ന സാഹചര്യത്തിൽ എൻവയൺമെൻറ്റ് ഉണ്ടാക്കുന്ന ചില തടസ്സങ്ങളുണ്ട് വളർച്ചയിൽ. ഇപ്പോൾ വാട്ടർ സ്ട്രെസ് അല്ലെങ്കിൽ സോൾട്ട് സ്ട്രെസ്, ഇങ്ങനെയുള്ള സ്ട്രെസ്സിനെ അതിജീവിക്കാനുള്ള കെൽപ്പുണ്ടാക്കി കൊടുക്കുക. ഈ ഉദ്ദേശത്തോടെയാണ് പ്ലാന്റ് ബ്രീഡിംഗ് നടത്തിയത്. സോ പ്ലാന്റ് ബ്രീഡിങ്ങിൻ്റെ പ്രൊസീജിയറാണ് നമ്മളിനി പറയാൻ പോകുന്നത്. പ്ലാന്റ് ബ്രീഡിംഗ് പ്രൊസീജിയർ പലപ്പോഴും ചോദിക്കാറുണ്ട്. ഈ താഴേക്ക് പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. 1. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. 2. ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്. 3. ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് ദ സെലക്റ്റഡ് പേരൻസ്. സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫോർ സുപ്പീരിയർ റീകോമ്പിനൻസ്. ടെസ്റ്റിംഗ്, റിലീസ് ആൻഡ് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് ന്യൂ കൾട്ടിവർ. ഇതാണ് സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്രൊസീജിയർ ഫോർ പ്ലാന്റ് ബ്രീഡിംഗ്. ഒന്നാമത്തത് എന്താണ്? കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. വേരിയബിൾ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? വ്യത്യാസങ്ങളാണ് സൂചിപ്പിക്കുന്നത്. ഒരു പ്ലാന്റ് സ്പീഷീസിന് വൈൽഡ് വെറൈറ്റീസായിട്ടോ അല്ലെങ്കിൽ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന വെറൈറ്റീസായിട്ടോ ഒക്കെ ധാരാളം ചെടികളുണ്ട്. ധാരാളം ചെടികൾ പലയിടത്തായിട്ട് ഒരേ കാര്യം. ഇപ്പോൾ നെൽച്ചെടി തന്നെയാണെങ്കിൽ പല സ്ഥലങ്ങളിൽ പലതരം നെൽച്ചെടികളുണ്ട്. ഈ നെൽച്ചെടികളിലെല്ലാമുള്ള ജീൻസ് കളക്ട് ചെയ്യുക, അതാണ് കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. നമുക്ക് നെൽച്ചെടിയിലാണ് മോഡിഫിക്കേഷൻ വരുത്തേണ്ടത് എങ്കിൽ നെല്ല് എന്ന് പറയുന്ന പ്ലാന്റ് അല്ലെങ്കിൽ ഒറൈസ സറ്റൈവ എന്ന സ്പീഷീസിലെ എത്ര തരം പ്ലാന്റ്സ് അവൈലബിൾ ആണോ ആ പ്ലാന്റ്സിൻ്റെ ഒക്കെ ജീൻസിൻ്റെ ആകത്തുക അല്ലെങ്കിൽ ജീൻസ് എല്ലാം കൂടെ കളക്ട് ചെയ്യുക. അതിനെയാണ് ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയുക. ജേം പ്ലാസം എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സ്പീഷീസിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറൻറ്റ് അലീൽസിനെ കളക്ട് ചെയ്യുന്നതിനെയാണ് ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയുക. ഓൾ ദ ഡിഫറൻറ്റ് അലീൽസ് ഓഫ് എ ജീൻ ഫോർ എ പർട്ടിക്കുലർ സ്പീഷീസ്, അതാണ് ജേം പ്ലാസം. സോ ജേം പ്ലാസം കളക്ഷനാണ് ആദ്യം നടത്തുക. എന്തിനു വേണ്ടിയാണ് ജേം പ്ലാസം കളക്ട് ചെയ്യുന്നത്? ആ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സ്വഭാവവിശേഷങ്ങളും പല പല ചെടികളിലാണ്, പക്ഷേ അതെല്ലാം കൂടി നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ വേരിയബിലിറ്റി കളക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും ഡിസീസ് റെസിസ്റ്റൻറ്റ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്, പക്ഷേ അവ ചിലപ്പോൾ ഹൈ ഈൽഡിങ് ആയിരിക്കില്ല. ഹൈ ഈൽഡിങ് ആയിട്ടുള്ള വെറൈറ്റീസ് ഉണ്ട്, പക്ഷേ അവ ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിരിക്കണമെന്നില്ല. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും സ്ട്രെസ് റെസിസ്റ്റൻസ് ഇല്ലാത്തവയുണ്ടാകാം, അല്ലെങ്കിൽ പിന്നെ പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ കെൽപ്പുള്ളവയുണ്ടായിരിക്കാം അല്ലേ. ഇങ്ങനെയൊക്കെയുള്ള ഡിഫറെൻറ്റ് ക്വാളിറ്റീസ് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് ആ പർട്ടിക്കുലർ സ്പീഷീസ് ഒറൈസ സറ്റൈവ എന്ന നെല്ലിനത്തിൻ്റെ പല പല ചെടികളിലാണ് ഈ സ്വഭാവങ്ങളുള്ളത് അല്ലേ. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുകയാണ് ബെറ്റർ ഈൽഡ് ആൻഡ് ഡിസീസ് റെസിസ്റ്റൻസ്, ഈ രണ്ട് ക്യാരക്ടർ ഒന്നിച്ചു കൊണ്ടുവരും, അല്ലെങ്കിൽ ഇതിലൊന്നിലധികം ക്യാരക്ടേഴ്സ് ഒന്നിച്ചൊരു ചെടിയിൽ ഒരു ഹൈബ്രിഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്ത് വേണം? നമ്മൾ കളക്ട് ചെയ്ത ജേം പ്ലാസം കളക്ഷനിൽ നിന്ന് ബെറ്റർ പ്ലാന്റ്സിനെ സെലക്ട് ചെയ്യണം അല്ലേ. സോ ആ വേരിയബിലിറ്റിയുടെ കളക്ഷനെയാണ് ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഒരു പ്ലാന്റിൻ്റെ
അടുത്ത തലമുറയിലേക്കുള്ള അല്ലെങ്കിൽ അടുത്ത തലമുറ ഉണ്ടാകാൻ ഉപയോഗിക്കുന്നത് എന്താണ്? സീഡാണ്. സോ ആ ഒരു സീഡിനകത്ത് അടുത്ത തലമുറയിൽ അത് കാണിക്കേണ്ട എല്ലാ സ്വഭാവങ്ങൾക്കും കാരണമായ ജീനുണ്ട്. അപ്പോൾ ഒരു വലിയ പ്ലാന്റിനെ കളക്ട് ചെയ്യുന്നതിന് തുല്യമാണ് അതിൻ്റെ ഒരു സീഡ് കളക്ട് ചെയ്യുക. ശരിയല്ലേ? അതുപോലെ സീഡ്സ് കളക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ലിവിങ് പ്ലാന്റിനെ തന്നെ കളക്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം ജേം പ്ലാസം കളക്ഷൻ എന്നത്. അല്ലേ? ഈ ജേം പ്ലാസം എവിടെയാണ് സ്റ്റോർ ചെയ്യുക? ജീൻ ബാങ്ക്സിൽ അല്ലെങ്കിൽ സീഡ് ബാങ്ക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. നഴ്സറികൾ പോലെയുള്ളിടത്ത് നമുക്ക് വേണമെങ്കിൽ വളർത്തിയും എടുക്കാം ലൈവായിട്ട്. ശരിയല്ലേ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് മനസ്സിലായല്ലോ. ഒരു പർട്ടിക്കുലർ ക്രോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ അലീൽസും കളക്ട് ചെയ്യുക. എന്താണ് അലീൽ? നമ്മൾ പറഞ്ഞു അലീൽ എന്താണ്? അലീൽസ് എന്ന് പറഞ്ഞാൽ ഒരു ജീനിൻ്റെ ഡിഫറെൻറ്റ് ഫോമാണ് അലീൽസ്. അപ്പോൾ ഒരു റൈസ് പ്ലാന്റ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ആ റൈസ് പ്ലാന്റിന് പല പല സ്വഭാവവിശേഷങ്ങളുണ്ട്. ആ ഓരോ സ്വഭാവത്തിനും ഓരോ ജീനുണ്ട്. ആ ഓരോ ജീനിനും രണ്ടോ അതിലധികമോ ഡിഫറെൻ്റ് അലീൽസ് കാണാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. നമ്മൾ മെൻ്റലിൻ്റെ എക്സ്പെരിമെൻറ്റിലേക്ക് പോകാം. ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്ന ക്യാരക്ടർ, അതിൽ ക്യാപിറ്റൽ ടി ആൻഡ് സ്മോൾ ടി എന്താണത്? അപ്പോൾ ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ് എന്ന ക്യാരക്ടറിന് അല്ലെങ്കിൽ ആ ക്യാരക്ടർ കൺട്രോൾ ചെയ്യുന്ന ജീനിൻ്റെ 2 അലീൽസാണ്. ഒന്ന് ക്യാപിറ്റൽ ടി, ഒന്ന് സ്മോൾ ടി. ടോൾനെസ്സിന് കാരണമായത് ക്യാപിറ്റൽ ടി, ഡ്വാർഫ്നെസ്സിന് കാരണമായത് സ്മോൾ ടി. അത് ഒരു ക്യാരക്ടറല്ലേ ഉള്ളൂ, ഹൈറ്റ് ഓഫ് ദ പ്ലാന്റ്. അതുപോലെ എത്രയോ സ്വഭാവവിശേഷങ്ങളുണ്ട് അല്ലേ? ഈ സ്വഭാവവിശേഷങ്ങൾക്കൊക്കെ കാരണമായ ഡിഫറെൻ്റ് അലീൽസിൻ്റെ ആകത്തുകയാണ് എന്ത്? ജേം പ്ലാസം. സോ ജേം പ്ലാസം കളക്ഷൻ. മനസ്സിലായല്ലോ? അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് അതാണ്, കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി. ഇനി ജേം പ്ലാസം കളക്ട് ചെയ്തത് നമുക്ക് വേണമെങ്കിൽ വൈൽഡ് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സിൽ നിന്ന് കളക്ട് ചെയ്യാം എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ സീഡ് ബാങ്ക്സിൽ നിന്നോ അല്ലെങ്കിൽ ജീൻ ബാങ്ക്സിൽ നിന്നോ കളക്ട് ചെയ്യാം, സീഡ്സ് കളക്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞു. ഈ ജേം പ്ലാസം അപ്പോൾ എന്താണ് അത് ഉൾക്കൊള്ളുന്നത്? അത് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നിലനിർത്താനുള്ള ഒരു മാർഗമാണ് ഈ ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയുന്നത് അല്ലേ? ആ ഒരു പർട്ടിക്കുലർ ക്രോപ്പിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളും നമുക്ക് കിട്ടുകയാണ് അല്ലേ? പർട്ടിക്കുലർ സ്പീഷീസിൻ്റെ. ഓക്കെ, നോക്കിയാൽ ഇവിടെ സീഡ് ബാങ്ക്സ് ആണ്, ജേം പ്ലാസം ബാങ്ക് ആണ് ഇവിടെ കാണുന്നത്. സീഡ്സ് എല്ലാം തന്നെ എന്താണ്? ജേം പ്ലാസമായിട്ട് കണക്കാക്കാം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്രോപ്പിന് അതിന് എന്തൊക്കെ സ്വഭാവങ്ങളുണ്ടോ ആ സ്വഭാവങ്ങൾക്ക് കാരണമായ അലീൽസ് എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്തു. സീഡായിട്ടോ പ്ലാന്റായിട്ടോ ഒക്കെ കളക്ട് ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യാരക്ടേഴ്സ് മിക്സ് ചെയ്ത് കൊണ്ടുവരാനല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സ് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലുണ്ട്. ആ ഡിഫറെൻറ്റ് പ്ലാന്റ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുകയാണ്. എന്തിനായിട്ട്? ആസ് പേരൻസ്. ഒന്നിലൊരു ഗുണമേ കാണുകയുള്ളൂ, മറ്റൊന്നിലായിരിക്കും നമ്മൾ ഉദ്ദേശിച്ച മറ്റൊരു ഗുണം. അപ്പോൾ 2 ഡിഫറെൻറ്റ് പ്ലാന്റിലുള്ള ക്യാരക്ടേഴ്സ് അടുത്ത തലമുറയിൽ ഒന്നിച്ചു കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ എന്ത് വേണം? ആ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഡിസീസ് റെസിസ്റ്റൻസ്. നമ്മൾ കണ്ടെത്തിയ നെൽച്ചെടികളിലെ ഏറ്റവും ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള വെറൈറ്റിയെ നമ്മൾ സെലക്ട് ചെയ്യുന്നു, അതിനെ ഒരു പേരുണ്ടാക്കാം. അതുപോലെ ഹൈ ഈൽഡിങ് കപ്പാസിറ്റി ഉള്ള നെൽച്ചെടി, അതിനെ എന്താക്കാം? അതർ പേരുണ്ടാക്കാം. അപ്പോൾ ഒന്ന് ഹൈ ഈൽഡിങ് ആയി, ഒന്ന് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയി. ഈ 2 സ്വഭാവം പക്ഷേ ഒരു ചെടിയിലല്ല, 2 ചെടിയിലാണ്. അപ്പോൾ എന്ത് വേണം? ഈ 2 ക്യാരക്ടറും ഒന്നിലേക്ക് കൊണ്ടുവരാനാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പേരൻസിൻ്റെ സെലക്ഷൻ നടത്തണം. അതായപ്പോൾ നമ്മൾ ചെയ്തത് ഹൈ ഈൽഡിങ് പ്ലാന്റിനെയും എടുത്തു, ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റിനെയും എടുത്തു, സെലക്ട് ചെയ്തു. ഇനി അവയെ ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് ഇവാലുവേഷൻ? നമ്മൾ കണ്ടു ചില ചെടികൾ രോഗങ്ങളെ പ്രതിരോധിക്കുന്നു. ആ പ്രതിരോധശേഷി അതിന് എല്ലാ ജനറേഷനിലും നിലനിർത്താൻ പറ്റുന്നുണ്ടോ എന്നറിയണ്ടേ? അതിന് ടെസ്റ്റ് ചെയ്യണം. ആ ചെടികളെ പ്രത്യേകം വളർത്തി അല്ലെങ്കിൽ അതിന് ഡിസീസസിന് സസെപ്റ്റബിൾ ആകുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് കൊടുത്ത് നോക്കണം അല്ലേ? സോ ആ ഡിസീസ് റെസിസ്റ്റൻസ് അതിൽ ഉറച്ച ഒരു ക്യാരക്ടറാണോ എന്ന്
നിർണ്ണയിക്കണം. അതുപോലെ ഹൈ ഈൽഡിങ് വെറൈറ്റിയാണ്, ഈൽഡ് തരുന്നുണ്ട്, പക്ഷെ കണ്ടീഷൻസ് ആ ഈൽഡ് തരുന്നതിനുള്ള ആ ഒരു കപ്പാസിറ്റി അത് അടുത്ത തലമുറയിലും കാണിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമല്ലോ. സോ ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ജേം ബ്ലോസം ഇവാലുവേറ്റ് ചെയ്ത് ഡിസൈഡ് ട്രെയ്റ്റ്സ് ഉള്ള പേരൻസിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി സെലക്ട് ചെയ്ത പേരൻസിനെ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നു. എന്തിനാണ് ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തുന്നത്? ആർട്ടിഫിഷ്യൽ ക്രോസ് പോളിനേഷനാണ് നടത്തുന്നത് അല്ലേ. സോ അതിൽ ഒന്നിനെ മെയിൽ പേരൻ്റായിട്ട് അല്ലെങ്കിൽ ഫ്ലവേഴ്സിനെ മെയിലും ഫീമെയിലും ഫ്ലവേഴ്സായിട്ട് സെലക്ട് ചെയ്യണം. ഇനി ഫീമെയിൽ ഫ്ലവേഴ്സായിട്ട് സെലക്ട് ചെയ്യുന്നവയാണെങ്കിൽ അവ ബൈസെക്ഷൽ ആണെങ്കിൽ എന്ത് ചെയ്യണം? ഇമാസ്കുലേറ്റ് ചെയ്യണം, ബാഗിങ് നടത്തണം. അത് ബൈസെക്ഷൽ ആണെങ്കിലും യൂണിസെക്ഷൽ ആണെങ്കിലും ബാഗിങ് മസ്റ്റാണ്, നമ്മൾ പറഞ്ഞ അല്ലേ. സോ ഇമാസ്കുലേറ്റഡ്, ബാഗ്ഡ്, ഇതെല്ലാം ചെയ്ത് ആർട്ടിഫിഷ്യൽ ക്രോസ് പോളിനേഷൻ നടത്തണം. ഡെലിബറേറ്റായിട്ട് പർപ്പസ്ഫുള്ളി പോൾ ഗ്രെയിൻസിനെ കളക്ട് ചെയ്ത് മെയിൽ പ്ലാന്റായിട്ട് സെലക്ട് ചെയ്തതിന് പോൾ ഗ്രെയിൻസിനെ കളക്ട് ചെയ്ത് ഫീമെയിൽ ഫ്ലവറിലേക്ക് ഡസ്റ്റ് ചെയ്യണം. വീണ്ടും ബാഗ് ചെയ്യണം. എന്തിനു വേണ്ടിയാ? അത് ഫെർട്ടിലൈസേഷൻ നടന്ന് സൈഗോട്ട് ഉണ്ടാകും. അപ്പോൾ അത് ഫ്ലവർ ഓവറി ഫ്രൂട്ടായി മാറും. ഓവറിക്കുള്ളിൽ ഓവിയൂൾ സീഡ് ആവണം. ആ ഉദ്ദേശത്തോടെയാണ് അല്ലേ. സോ ക്രോസ് ഹൈബ്രിഡൈസേഷൻ അമംഗ് ദ സെലക്റ്റഡ് പേരൻസ് ആണ് അടുത്ത ഒരു ഘട്ടം. അതാണ് നോക്കിയാൽ ഇവിടെ ഫീമെയിൽ ഫ്ലവറും മെയിൽ ഫ്ലവറും ക്രോസ് ചെയ്തു ഉണ്ടായ ഫെർട്ടിലൈസേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്ന ഓവറി ഫ്രൂട്ടായി മാറി ആ ഫ്രൂട്ടിനകത്തുള്ള സീഡ്സ് കളക്ട് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ് അടുത്ത ജനറേഷൻ അല്ലേ. സോ ക്രോസ് ഹൈബ്രിഡൈസേഷൻ നടത്തി അടുത്ത ഘട്ടത്തിൽ വരുന്ന കാര്യമാണ് എന്ത്? ഈ ഇൻഡിവിജ്വൽസിൻ്റെ പ്രൊഡക്ഷൻ അല്ലേ. അപ്പോൾ സീഡ്സ് വരെ കളക്ട് ചെയ്തു. ഇനി എന്ത് ചെയ്യും? അതിനെ വിതച്ച് ചെടികളാക്കി മാറ്റി. ആ ചെടികളിൽ നിന്ന് എന്ത് ചെയ്യും? സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഫോർ സുപ്പീരിയർ റീകോമ്പിനൻസ്. ഹൈ ഈൽഡിങ് വെറൈറ്റിയും ഡിസീസ് റെസിസ്റ്റൻ്റ് വെറൈറ്റിയും ക്രോസ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ക്രോസ് പോളിനേഷൻ നടത്തി കിട്ടിയ സീഡ്സ് കളക്ട് ചെയ്ത് സെപ്പറേറ്റ് വിതച്ച് ആ ചെടികളെ വളർത്തിയെടുത്തു. ആ ചെടികളിൽ നമ്മൾ ഉദ്ദേശിച്ച 2 ക്യാരക്ടറും സെപ്പറേറ്റ് ആയാണോ വന്നേക്കുന്നത് അതോ കമ്പൈൻ ചെയ്ത് വന്നിട്ടുണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യണം വേണ്ടേ. സോ സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമ്പിനൻസ് എന്താണ്? നമ്മൾ ഉദ്ദേശിച്ച കോമ്പിനേഷൻ കാണിക്കുന്നവ. ഈ 2 സ്വഭാവവും ഒരു ചെടിയിലുള്ളവ അല്ലേ. സോ ഹൈബ്രിഡ്സ് പലതരം ഉണ്ടാകാം. ചിലപ്പോൾ ഡിസീസ് റെസിസ്റ്റൻസ് മാത്രമുള്ളവ കാണാം, ചിലപ്പോൾ ഹൈ ഈൽഡിങ് മാത്രമായിട്ടുള്ളവ കാണാം. എന്നാൽ ചില ഇനം ഡിസീസ് റെസിസ്റ്റൻറ്റും ഹൈ ഈൽഡിങ്ങുമായിട്ട് വരാം. അത്തരം റീകോമ്പിനൻസിനെ സുപ്പീരിയർ വൺസിനെ സെലക്ട് ചെയ്യണം. അതാണ് അടുത്ത ഘട്ടം. അപ്പോൾ സുപ്പീരിയർ വൺസിനെ കിട്ടി, ഹൈ ഈൽഡിങ് ആണെന്ന് തോന്നിച്ചു, അതുപോലെ അതിനെ ഡിസീസ് റെസിസ്റ്റൻസും ഉണ്ടെന്ന് കണ്ടു. ഇനി അങ്ങനെ കണ്ട ചെടികളെ പ്രത്യേകം സെൽഫ് പോളിനേഷന് വിധേയമാക്കും. ഓരോന്നിനെയും സെൽഫ് പോളിനേഷന് വിധേയമാക്കും. എന്തിനാണെന്നറിയാമോ? ഇവിടെ കണ്ട കോമ്പിനേഷൻ, അതായത് 2 ക്യാരക്ടർ ഒന്നിച്ച് വന്നില്ലേ, ഈ ക്യാരക്ടർ അടുത്ത തലമുറയിൽ ഉറപ്പായിട്ടും എക്സ്പ്രസ് ചെയ്യണം. അതുകൊണ്ട് അവ പ്യുവർ ബ്രീഡിംഗ് ആയിട്ട് തന്നെ അടുത്ത തലമുറ ഉണ്ടാകണം. സെൽഫ് പോളിനേഷൻ ലീഡ്സ് ടു ഹോമോസൈഗോസിറ്റി അല്ലേ. സോ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്ത ഹൈബ്രിഡ്സിൽ ഡിസീസ് റെസിസ്റ്റൻറ്റും ഹൈ ഈൽഡിങ്ങുമായിട്ടുള്ള അവയെ മാത്രമേ സെലക്ട് ചെയ്യുള്ളൂ. ബാക്കിയുള്ളവയെ നമ്മൾ എലിമിനേറ്റ് ചെയ്യും. ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളവയെ മാറ്റി, ഹൈ ഈൽഡിങ് ആയിട്ടുള്ളവയെ മാറ്റി, അവയെ വീണ്ടും വേണമെങ്കിൽ പേരൻസായിട്ട് ഉപയോഗിക്കാം. ബാക്കി മിക്സഡ് ഫീച്ചേഴ്സ്, ഈ 2 ക്യാരക്ടറും കാണിച്ചവയാണ് സെലക്ട് ചെയ്ത് അവയെ പ്രത്യേകം വളർത്തി അവയെ സെൽഫ് പോളിനേഷൻ നടത്തി ഓരോ തലമുറ കഴിയുമ്പോഴും ആ ഒരു 2 ക്യാരക്ടറിൽ അടുത്ത തലമുറയിൽ വ്യക്തമായിട്ടും കാണിക്കുമെന്ന് ഉറപ്പുവരത്തക്കവണ്ണം അതിനെ പല ജനറേഷൻ സെൽഫ് പോളിനേഷൻ നടത്തും. അങ്ങനെ സെൽഫ് പോളിനേഷൻ നടത്തി ഹോമോസൈഗസ് ആക്കി, ആ പർട്ടിക്കുലർ ക്യാരക്ടറിൽ സെയിം അലീൽസ് ഉള്ള കണ്ടീഷനാക്കി അതിനെ മാറ്റും. അത്
ഏതുതരം അലീൽസ് ആണെങ്കിലും ശരി, ഡോമിനൻ്റ് അലീലായിക്കോട്ടെ റെസസീവ് അലീലായിക്കോട്ടെ, അതിൻ്റെ ഹോമോസൈഗസ് കണ്ടീഷൻ വരുന്ന വരെ, അതായത് ഡിസീസ് റെസിസ്റ്റൻസിലും ഹൈ ഈൽഡിങ്ങിലും ഹോമോസൈഗസ് കണ്ടീഷൻ വരത്തക്കവണ്ണം അവയെ സെൽഫ് പോളിനേഷന് വിധേയമാക്കുന്നു. എന്നിട്ട് അങ്ങനെ സെലക്ട് ചെയ്ത പ്ലാന്റ്സിനെ, അങ്ങനെ സെലക്ട് ചെയ്ത പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അടുത്ത തലമുറയിൽ ഉറപ്പായിട്ടും ഈ 2 ഗുണങ്ങളും കൂടെ ഒന്നിച്ച് കാണിച്ചിരിക്കും എന്നുള്ളവയാണല്ലോ. അത്തരം പ്ലാന്റ്സിനെ അവയുടെ സീഡ്സ് കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്ത് ആ സീഡ്സിനെ പ്രത്യേകം ലബോറട്ടറികൾക്കടുത്ത് അല്ലെങ്കിൽ ആ റിസർച്ച് സ്റ്റേഷനടുത്ത് കൃഷി ചെയ്ത് നോക്കുന്നു. കുറച്ച് ദൂരെ പല റിസർച്ച് സ്റ്റേഷനിലേക്കും അതിൻ്റെ അത്തരം വിത്തുകളുടെ ഒരു കളക്ഷൻ അയച്ചു കൊടുത്തു. ഇനി ഡിഫറെൻറ്റ് സീസണിൽ അത് കൃഷി ചെയ്ത് നോക്കുന്നു, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഏരിയയിൽ കൃഷി ചെയ്ത് നോക്കുന്നു. കുറച്ച് ഒരു ടെസ്റ്റ് എന്ന രീതിയിൽ ഫാമേഴ്സിനും ഇട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ എല്ലാം ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നു. അതായത് നമ്മുടെ ലൊക്കാലിറ്റിയിൽ വളർന്നത്, ദൂരെ സ്ഥലങ്ങളിൽ വളർന്നത്, ദൂരെ പല സീസണിൽ വളർന്നത്, ഫാമേഴ്സിൻ്റെ ഫീഡ്ബാക്ക്, ഇതെല്ലാം ചെക്ക് ചെയ്ത് ഓക്കെ എല്ലാവരും അപ്രൂവ് ചെയ്തു എങ്കിൽ എല്ലാവരും എന്താ അപ്രൂവ് ചെയ്യണ്ടേ? ചെടികൾ ഉണ്ടാകുന്നതെല്ലാം, ഈ സീഡ് വിതച്ചാൽ ഉണ്ടാകുന്ന ചെടികൾക്ക് ഈ 2 സ്വഭാവമുണ്ട്. എന്ത്? ഡിസീസ് റെസിസ്റ്റൻസും ഉണ്ട്, ഹൈ ഈൽഡിങ്ങും ഉണ്ട്. എങ്കിൽ എന്തുറപ്പിക്കാം? ഇതൊരു ന്യൂ വെറൈറ്റിയാണ്. ഇതുവരെ അങ്ങനെ ഒരു വെറൈറ്റി ഇല്ലായിരുന്നു. 2 ഡിഫറെൻറ്റ് പ്ലാന്റിലെ ആ ക്യാരക്ടർ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരു ന്യൂ വെറൈറ്റി അല്ലേ? ഒറൈസ സറ്റൈവയുടെ ഒരു ന്യൂ വെറൈറ്റി ഡെവലപ്പ് ചെയ്തു. ശരിയല്ലേ? അപ്പോൾ ആ ന്യൂ വെറൈറ്റിക്ക് എന്തെങ്കിലും ഒരു പേര്, ഒറൈസ സറ്റൈവയുടെ ഒരു വെറൈറ്റി നെയിം. നിങ്ങൾ പലതരം നെയിംസ് കേട്ടിട്ടുണ്ടാകും, പലതരം അരികളെ പറ്റി കേട്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരു വെറൈറ്റി നെയിം കൊടുക്കുന്നു. ഇനി അതിനെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷന് വേണ്ടി ഫാമേഴ്സിന് വിട്ടുകൊടുക്കാം. ഇങ്ങനെയെല്ലാം ടെസ്റ്റും നടത്തി, ക്വാളിറ്റി ചെക്കൊക്കെ നടത്തി, അതിൻ്റെ നമ്മൾ ഉദ്ദേശിച്ച ട്രൈറ്റ്സ് എല്ലാം കാണിക്കുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഫാമേഴ്സിൻ്റെയും ഒരു ഫീഡ്ബാക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു ന്യൂ കൾട്ടിവറായിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ പറഞ്ഞത്. നോക്കിയേ, ലാസ്റ്റ് സ്റ്റേജാണ് ഇവിടെ പറയുന്നത്. അതിനെ റിസർച്ച് സ്റ്റേഷൻ അടുത്ത് വളർത്തി, എന്നിട്ട് ഇവാലുവേഷൻ നടത്തി, നമ്മൾ ഉദ്ദേശിച്ച ക്യാരക്ടർ കിട്ടിയോയെന്ന് പറഞ്ഞു. ഫാമേഴ്സിന് ചെറിയ തോതിൽ വിട്ടുകൊടുത്തു, അവർ കൃഷി ചെയ്ത് അതേ റിസൾട്ട് കിട്ടിയോയെന്ന് നോക്കി. ഡിഫറെൻറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുത്തു, എന്നിട്ട് പല സാഹചര്യങ്ങൾ അതിന് പ്രൊവൈഡ് ചെയ്തു, അല്ലെങ്കിൽ പല സീസൺസിൽ അത് കൃഷി ചെയ്തു. ഇതെല്ലാം ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് ഓക്കെ എന്ന് കണ്ടാൽ അതിനെ എന്ത് ചെയ്യുന്നു? റിലീസ് ഇറ്റ് ആസ് എ കമേഴ്സ്യൽ ക്രോപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞത് പ്ലാന്റ് ബ്രീഡിംഗ് പ്രൊസീജിയറാണ്. പ്ലാന്റ് ബ്രീഡിംഗ് പ്രൊസീജിയർ ഒന്നുകൂടി പറയാം. കളക്ഷൻ ഓഫ് വേരിയബിലിറ്റി, ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പേരൻസ്, ക്രോസ് ഹൈബ്രിഡൈസേഷൻ among the selected parents, selection and testing for superior recombinants, selection, testing and release of the new selection, testing and release of a new product, a new crop. Okay, commercialization of new product, new crop. Okay, അപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു. സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട്സ് എല്ലാം എഴുതി തയ്യാറാക്കുക. അതാത് ദിവസത്തെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യുക. സംശയങ്ങളൊക്കെ ചോദിക്കുക. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.